ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കൊല്ലം ജില്ലയിൽ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ കരാർ വേതനാടിസ്ഥാനത്തിൽ തെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നുണ്ട്. യോഗ്യത DME അംഗീകൃത തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കണം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രേഖകളുമായി ഒക്ടോബർ 21 രാവിലെ 10 മണിക്ക് ജില്ലാ പഞ്ചായത്തിൽ നടത്തുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര വെറ്റിനറി പോളിക്ലിനിക്കിലെ ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയുടെ ലബോറട്ടറി ടെക്നിക്സ് ഡിപ്ലോമ കോഴ്സ് എന്നിവയാണ് യോഗ്യതകൾ. വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് ഒക്ടോബർ 21 രാവിലെ 11 മണി മുതൽ 12 മണി വരെ ജില്ലാ കോടതി പാലത്തിന് സമീപമുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോട്ടയം ജില്ലയിൽ വാഴൂർ ബ്ലോക്കിൽ നടപ്പാക്കുന്ന SVP പദ്ധതിയിൽ മൈക്രോ എന്റർപ്രൈസ് കൺസൾട്ടന്റുമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം. യോഗ്യത +2 ആണ്. പ്രായപരിധി 25 മുതൽ 45 വയസ്സ് വരെയാണ്. അപേക്ഷകർ വാഴൂർ ബ്ലോക്ക് പരിധിയിലുള്ളവരും സ്ഥിര താമസക്കാരുമായിരിക്കണം. താല്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ എഴുതിയ അപേക്ഷയോടൊപ്പം ബയോഡേറ്റ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്, അയൽക്കൂട്ട കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗം എന്ന് തെളിയിക്കുന്ന CDSന്റെ കത്ത് എന്നിവ ഒക്ടോബർ 25 വൈകിട്ട് 5 മണിക്ക് മുൻപായി കോട്ടയം കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ എത്തിക്കണം. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട CDS ഓഫീസുമായി ബന്ധപ്പെടുക. അടുത്തത് എറണാകുളം ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇടപ്പള്ളി ITയിൽ അപ്രന്റീസ് ക്ലർക്ക് നിയമനത്തിന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ബിരുദവും DCA അല്ലെങ്കിൽ COPA വിദ്യാഭ്യാസ യോഗ്യതയുള്ള പട്ടികജാതി വിഭാഗക്കാർക്ക് പങ്കെടുക്കാം. താല്പര്യമുള്ളവർ അപേക്ഷ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ അസൽ സഹിതം ഒക്ടോബർ 21 രാവിലെ 11 മണിക്ക് കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ നേരിട്ട് പങ്കെടുക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. അടുത്തത് എറണാകുളം ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ ജില്ലാ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. +2 മലയാളം ടൈപ്പിംഗ് ലോവർ, ഇംഗ്ലീഷ് ടൈപ്പിംഗ് ഹയർ എന്നിവയാണ് യോഗ്യത. കമ്പ്യൂട്ടർ, വേഡ് പ്രോസസ്സിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോഷോപ്പ് എന്നിവയിലുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യതകളുടെ അസൽ രേഖകൾ സഹിതം ഒക്ടോബർ 23 രാവിലെ 11 മണിക്ക് കാക്കനാട് സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിലെ കേന്ദ്ര അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ AC ടെക്നീഷ്യൻ, ക്രെയിൻ ഓപ്പറേറ്റർ തസ്തികകളിലെ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. SSLCയും ITI, NTC ഇൻ റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക് അല്ലെങ്കിൽ NTC ഇൻ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെക്കാനിക് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് എന്നിവയും 3 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് യോഗ്യത വരുന്നത്. 18 മുതൽ 45 വയസ്സാണ് പ്രായപരിധി. അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഒക്ടോബർ 24 മുമ്പ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ബെഡ്സ് റിഹാബിലിറ്റേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ സെന്ററിൽ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നുണ്ട്. RCA രജിസ്ട്രേഷനോട് കൂടിയ BA SLP യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിജ്ഞാന കേരളം ജോബ് സ്റ്റേഷൻ DWMS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാനന്തവാടി പഞ്ചായത്തിൽ സ്ഥിര താമസമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ ഒക്ടോബർ 22 രാവിലെ 10 മണിക്ക് അസൽ രേഖകൾ സഹിതം മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഭവന നിർമ്മാണ ബോർഡ് കണ്ണൂർ ഡിവിഷൻ ഓഫീസിൽ താൽക്കാലിക ഒഴിവിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കുന്നുണ്ട്. അപേക്ഷകൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ്, കണ്ണൂർ ഡിവിഷൻ, കണ്ണൂർ 670002 എന്ന വിലാസത്തിലോ അല്ലെങ്കിൽ KSHB-kannur3@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ഒക്ടോബർ 22 സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലയിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.